ഞാനിന്ന് സംസാരിക്കാൻ തിരഞ്ഞെടുത്ത വിഷയം ശാസ്ത്രബോധം, പദം, പര്യായം, പ്രചാരണം എന്നൊരു ടോപ്പിക്കാണ്. ബേസിക്കലി ഞാനൊരു ഭൗതിക ശാസ്ത്ര വിദ്യാർത്ഥിയാണ്, ഫിസിക്സ് വിദ്യാർത്ഥിയാണ്. അതിനിടയിൽ എനിക്ക് ഫിലോസഫി ഓഫ് സയൻസ് പഠിപ്പിക്കാനും പഠിക്കാനൊക്കെ ഉള്ള അവസരം കിട്ടിയപ്പോൾ ഉണ്ടായ ചില വിചാരപ്പെടലുകളാണ് യഥാർത്ഥത്തിൽ ഞാനിന്ന് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രബോധം എന്ന് പറയുന്ന ആശയം ഈ അടുത്തായിട്ട് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നൊരു വാക്കാണ്. ആർക്കും അപരിചിതമായ ഒരു വാക്കല്ല. അപ്പോൾ എന്താണ് ഈ ശാസ്ത്രബോധം എന്നുള്ള ആശയം? അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? എന്തുകൊണ്ടാണ് സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള പദം നമ്മുടെ ഭരണഘടനയിൽ, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്? അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി അതിനെ സാന്ദർഭികമായി അത് വളരെ ഉയർന്ന ഒരു സാമൂഹിക ആശയമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മതബോധം, നീതിബോധം, പൊതുബോധം, സാമൂഹ്യബോധം, ശാസ്ത്രബോധം എന്നിങ്ങനെ നിരവധി വാക്കുകൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കേൾക്കാറുണ്ട്. ഈ ശാസ്ത്രബോധം എന്നുള്ളത് പലപ്പോഴും ഒരു ചുരുക്കിക്കെട്ടിയ ആശയമായിട്ടാണ് നമുക്കൊക്കെ ലഭിക്കാറുള്ളത്. പൊതുവെ ശാസ്ത്രബോധവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ, എഴുത്തുകൾ, ഇതെല്ലാം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ശാസ്ത്രബോധത്തിന് ഒരു പര്യായമായിട്ട് എപ്പോഴും സിംപ്ലി റാഷണൽ തിങ്കിങ് എന്നുള്ളൊരു ആശയമാണ് മുന്നോട്ട് വെക്കുക. ഇപ്പോൾ റാഷണൽ തിങ്കിങ് ശാസ്ത്രബോധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാസ്ത്രബോധത്തിൻ്റെ ഉള്ളിൽ വരുന്നൊരു സംഹിത തന്നെയാണ് റാഷണൽ തിങ്കിങ്. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ സയൻസിൻ്റെ നോളജ് അക്വയർ ചെയ്യുന്നതാണോ, നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി സൊസൈറ്റിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഉപരിയായി ഇതിനൊരു സോഷ്യോ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ റീസൺസ് ഉണ്ട്, അല്ലെങ്കിൽ ആശയതലമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ ഉപോത്ഫലകമായ രീതിയിലായിരിക്കും എൻ്റെ ടോക്ക് പോകുന്നുണ്ടാവുക. അപ്പം കുറേ കൂടി ഇതിനെ വിശദമായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. പൊതുവേ നമ്മൾ സയൻസൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങളെ പഠിക്കാൻ ശ്രമിക്കുമ്പം നമ്മൾ റോക്കറ്റ് സയൻസ്, ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ റോക്കറ്റ് സയൻസിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇവിടെ റോക്കറ്റ് സയൻസ് പറയുക എന്നുള്ളതല്ല, നമ്മളൊരു റോക്കറ്റ് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും സാധാരണക്കാരൊക്കെ കാണുന്നുണ്ടാവുക ഈ റോക്കറ്റ് എൻ്റെ ലോഞ്ചിങ് പേഡിൽ നിന്ന് അത് ഇഗ്നിഷൻ നടന്ന് അത് ലോഞ്ച് ചെയ്യപ്പെടുന്നു. ഈ ലോഞ്ച് ചെയ്യപ്പെട്ട് ഇത് വളരെ പതുക്കെ, ഇതിങ്ങനെ കുത്തനെ മേലെ ആകാശത്തേക്ക് പോയി എവിടെയെങ്കിലും പോയി നിൽക്കുന്ന ഒരു രീതിയല്ല, ഇത് വളരെ പതുക്കെ ചെരിയും അല്ലേ, ഇതിന് ചെറിയൊരു ഡീവിയേഷൻസ് വരും അല്ലേ. ഇങ്ങനെ പോയി ഇതൊരു ഓർബിറ്റിലേക്ക് മാറും. ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ മുമ്പേ എയിം ചെയ്തിട്ട് ഓർബിറ്റിലേക്ക് ഇയാൾ എത്തും, ഈ റോക്കറ്റ്. ഇനി നമ്മൾ എയിം ചെയ്ത ഈ ഓർബിറ്റിലേക്ക് ഇത് പോകുന്നില്ലെങ്കിൽ പല രീതിയിലുള്ള മാൾ ഫങ്ഷൻസ് വരാം, പല രീതിയിൽ ഇത് ഡിവിയേറ്റ് ചെയ്യപ്പെടാം. ഒന്ന് ലോഞ്ചിങ് സമയത്ത് തന്നെ ഉണ്ടാകുന്ന ചില ഇറേഴ്സ് അല്ലേ, അല്ലെങ്കിൽ നാവിഗേഷൻ സിസ്റ്റത്തിൽ വരുന്ന സോഫ്റ്റ്വെയർ ഇറേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടർ, അങ്ങനെ പല രൂപത്തിലുള്ള മാൾ ഫങ്ഷൻസ് വഴി, ഇറേഴ്സ് വഴി, സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ വഴി ഇതിൻ്റെ നാവിഗേഷൻ സിസ്റ്റത്തിനകത്ത് ചെറിയ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റുകൾ ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുകയും ഇതിനെ ഫ്ലൈറ്റ് ടെർമിനേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇതിനെ എക്സ്പ്ലോഡ് ചെയ്ത് കളയുകയും ചെയ്യും. ഇയാൾ സ്വയം എക്സ്പ്ലോഡ് ചെയ്യും. ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവുള്ള ഈ റോക്കറ്റിനെ ഇത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളതിനെ ടെർമിനേറ്റ് ചെയ്ത് കളയും. ഇത് നമ്മൾ റോക്കറ്റ് സയൻസിൽ വളരെ എളുപ്പമാണ്. നിങ്ങളൊരു റോക്കറ്റിനെ അതിൻ്റെ ഓർബിറ്റിലേക്ക് അയക്കുന്നു, അത് ഉദ്ദേശിച്ച ലക്ഷ്യം നേടില്ല, ഉദ്ദേശിച്ച ലക്ഷ്യം നേടാതെ അത് മറ്റൊരു ഓർബിറ്റിലേക്കോ മറ്റു സ്ഥലത്തേക്കോ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താഴേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ ഡിസാസ്റ്ററുകൾക്ക് അത് കാരണമാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിതിനെ പൊട്ടിച്ച് കളയുന്നത്. എന്നാൽ ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മൾ സമൂഹത്തിൽ, നമ്മൾ സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആശയത്തെ നമ്മൾ വിത്ത് പാകുകയും ആ ആശയം വളർന്ന് പന്തലിച്ച്
അത് സമൂഹത്തിൻ്റെ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തപ്പെട്ട് വേറൊരു രൂപമായി പ്രാപിച്ചു കഴിഞ്ഞാൽ ഇതിനെ സിംപ്ലി ടെർമിനേഷൻ സിസ്റ്റം എന്നുള്ള സംഗതി വെച്ച് സ്വിച്ച് അമർത്തി പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ച് കളയുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ശാസ്ത്ര പ്രഭാഷണ മേഖലയിലേക്ക് ഒക്കെ നമ്മൾ കടന്നു വരുമ്പോൾ പറ്റാവുന്നത്ര സൂക്ഷ്മത, സത്യസന്ധത ഇതിൽ പുലർത്തുക എന്നുള്ളതാണ് ബേസിക്കലി ഈ സയൻറ്റിഫിക് ടെമ്പർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് എളുപ്പത്തിൽ സമൂഹത്തിൽ നമ്മളുണ്ടാക്കിയ മാറ്റങ്ങളെ തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല, ഇല്ലാതാക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല. അപ്പോൾ ശാസ്ത്ര പ്രഭാഷകർക്ക് അല്ലെങ്കിൽ ശാസ്ത്ര പ്രചരണവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ശാസ്ത്രബോധം സ്വയം കൊണ്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്നതിലേറെ സൂക്ഷ്മത നമ്മൾ ശാസ്ത്ര പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ ഒരു കോർ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ശാസ്ത്രബോധം, നമ്മുടെ നാട്ടിലെ ശാസ്ത്രബോധം എന്ന് പറയുന്നത് കുറേ കൂടി ഒരു ഒഴിവാക്കൽ രീതിയാണത് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ വീക്ഷണമാണ്. ഈ ശാസ്ത്രബോധം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ നെഹ്റുവാണ് ശരിക്കും ടേം തന്നെ കോയിൻ ചെയ്യുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നെഹ്റുവാണ് ശരിക്കും. അതിൻ്റെ ഫലവത്തായാണ് ഇത് നമ്മളെ ഭരണഘടനയിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ഈ ആശയം നെഹ്റുവാണ് ഈ ആശയത്തിൻ്റെ തുടക്കം എന്നുള്ളത് കൊണ്ട് തന്നെ നെഹ്റുവിനെ കുറിച്ച് നമ്മൾ കുറച്ചധികം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ ആശയത്തെ യഥാർത്ഥത്തിൽ മീൻ ചെയ്യുന്നതെന്ന്. നെഹ്റു ശരിക്ക് ഒരു ഇൻക്ലൂസീവ് ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ശരിക്ക് നമ്മുടെ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻക്ലൂസീവ് ഐഡിയ ആണ്. പക്ഷേ ഇതൊന്നൊരു പലതിനെയും എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഉപാധിയായി മാറി എന്നുള്ളത് ഇതിൻ്റെ ലക്ഷ്യം തെറ്റുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ. ഓക്കെ, ഇനി ശാസ്ത്ര പ്രചരണവുമായി നമ്മൾ പുറത്തേക്ക് പ്രത്യക്ഷത്തിൽ ഇറങ്ങുകയാണെങ്കിൽ സാധാരണ ഒരാൾക്ക് വ്യക്തി ജീവിതത്തിൽ ശാസ്ത്രബോധം എന്നുള്ളത് ഒരു പക്ഷേ അയാൾ മനസ്സിലാക്കിയതിൽ നിന്ന് ഡിഫൈൻ ചെയ്യപ്പെട്ട സംഗതിയായിരിക്കാം. പക്ഷെ നമ്മൾ ശാസ്ത്ര പ്രചരണവുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആളുകളോട് സയൻറ്റിഫിക് ഫാക്റ്റുകൾ സംസാരിക്കേണ്ടി വരും, സയൻസിൻ്റെ മെത്തഡോളജിയെക്കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ ഈ മെത്തഡോളജിയൊക്കെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ശാസ്ത്രബോധം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഫിലോസഫിക്കൽ കോൺസെപ്റ്റിനെ നമുക്ക് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിലോസഫി ഓഫ് സയൻസ് എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞേ പറ്റൂ. അതിനെ ഒഴിവാക്കിക്കൊണ്ട് ശാസ്ത്രബോധം എന്നുള്ളത് ഒരു സെൽഫ് റിഫ്യൂട്ടിങ് പോലെയാണ് എനിക്ക് അത് അനുഭവപ്പെട്ടത്. അപ്പോൾ ഹിസ്റ്ററി അറിയണം, ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ അതറിയണം, അതുമാത്രമല്ല ഹിസ്റ്ററി ഓഫ് സയൻസ് അറിയണം. ഇതിലെല്ലാം നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയുക എന്നുള്ളതല്ല, അതിന് പകരം ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ. അല്ലാതെ ഇതെല്ലാം പോസിബിളാണ്, പറയുക എന്നുള്ളത് പോസിബിളാണ്, പക്ഷേ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളതിൽ ആശങ്കയുണ്ട്. ഈ ശാസ്ത്രബോധം സമൂഹവുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പം വായിക്കാനിടയായ ഒരു പുസ്തകമാണ് നമ്മൾ നരേന്ദ്ര ദാബോൽക്കറുടെ സമൂഹവും ശാസ്ത്രബോധവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം വായിക്കാനിടയായി. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ശാസ്ത്ര പ്രചാരകർ അനുഭവിക്കുന്ന കുറേ ഡിലമ്മകളുണ്ട്, അല്ലെങ്കിൽ ഡിമാർക്കേഷൻ പ്രോബ്ലംസ് എന്ന് പറയും. പലതിനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എഴുത്തുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടൈറ്റിലൊക്കെ വിശ്വാസം, അന്ധവിശ്വാസം, മതം, ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് കാണാം. ഈ വീഡിയോ ഒക്കെ നമ്മൾ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ക്ലാരിറ്റിയുള്ള ഒരു പോയിൻ്റ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറേ കൂടി എനിക്കൊരു സംതൃപ്തി തോന്നിയ ഒരു ആശയമായിരുന്നു ഈ നരേന്ദ്ര ദാബോൽക്കർ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവരുടെയൊക്കെ ഈ ശാസ്ത്ര പ്രചരണ പരിപാടികൾ ഈ നവനാസ്തികതയ്ക്ക് വരുന്നതിന് മുമ്പ് തുടങ്ങിയ ആൾക്കാരാണ്. നമ്മൾ ഒറിജിനേറ്റ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒറിജിനേറ്റ് ചെയ്ത ഒരു രീതിയാണ് ഇവരുടെയൊക്കെ. അപ്പോൾ ഇതിൽ ഇവർ ഈ ഡിമാർക്കേഷൻ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എന്താണ് സയൻസ്, എന്താണ് സ്യൂഡോ സയൻസ്, എന്താണ് നോൺ സയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അതിനൊരു ഡെഫിനിഷൻസ് വെച്ചിട്ടാണ് അവർ ഇതിനെ സമൂഹത്തിൽ പ്രചരണത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ആശയം അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമൂഹത്തിൽ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷവും പിന്നെയും നമ്മൾ കൊണ്ടു നടക്കുന്ന വിശ്വാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പൂർണ്ണമായും അത് ശാസ്ത്രീയമായി തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു, അതിനുശേഷവും നമ്മൾ ആ വിശ്വാസത്തെ അത് ശരിയാണെന്ന് വിശ്വസിച്ച് നടക്കുക. ഇതൊരു അന്ധവിശ്വാസത്തിന് അദ്ദേഹം കൊടുത്തൊരു ഡെഫിനിഷനാണ്. അപ്പോൾ ഇത് നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു വിശ്വാസം, അന്ധവിശ്വാസം എന്നുള്ളതിന് നമ്മൾ സമൂഹത്തോടെ ഇടപെടുമ്പം, വിശ്വാസ സമൂഹത്തോടെ ഇടപെടുമ്പം അല്ലെങ്കിൽ നിരീശ്വര വിശ്വാസികളോട് ഇടപെടുമ്പോൾ
നമുക്കിതിന് ഒരു ഒരു ക്ലാരിറ്റി വേണം, ഇല്ലെങ്കിൽ ഇത് അപകടം ചെയ്യും, അത് ആക്ഷേപിക്കലായി മാറും. അപ്പോൾ ഇതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാന സംഗതി. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ, ഇപ്പോൾ നെഹ്റുവിൻ്റെ വീക്ഷണങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സയൻറ്റിഫിക് ടെമ്പറിന് ഇപ്പോൾ കാലികമായിട്ട് എന്ത് ഡെഫിനിഷൻ കൊടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഞാൻ ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ നിലവിൽ ഈ അപ്പീൽ ടു ട്രഡീഷൻ എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ഫാലസിക്ക് എതിരായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് ഇപ്പം യഥാർത്ഥത്തിൽ വേണ്ടത്. അതായത് നമ്മുടെ അപ്പീൽ ടു ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ എല്ലാം ശരിയാണെന്നും നമ്മുടെ സൂപ്പർസ്റ്റിഷ്യൻസ് ആയിട്ടുള്ള പല അന്ധവിശ്വാസങ്ങളടങ്ങുന്ന ഇന്ത്യ പോലത്തെ രാജ്യത്തിൽ അനവധി വിശ്വാസ രീതികളുള്ള നിരവധി ആചാരങ്ങളൊക്കെയുള്ള ഒരു സമൂഹത്തിനെ, ആ സമൂഹം നമ്മുടെ ഭരണകൂടത്തെയും രാജ്യത്തെയും ഒക്കെ പിടിമുറുക്കുന്ന സമയത്ത് നമ്മുടെ സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ളത് നെഹ്റു എന്താണ് ഉദ്ദേശിച്ചത്, നമ്മൾ ഈ ട്രഡീഷൻസോ നമ്മുടെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൽ ഇടപെടരുതെന്നാണ് ശരിക്കും ഇതിൻ്റെ വിവക്ഷ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതിനെ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ശാസ്ത്ര ബോധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീൽ ടു ട്രഡീഷനെതിരായിട്ടുള്ള ഒരു രീതിയാണ് സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് കുറേ കൂടി നമ്മളെ കേരളത്തിന് പുറത്ത് ഇത് കുറേ കൂടി അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായത്. ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള ഒരു ടീമാണ് ഈ AIPSN എന്ന് പറയുന്ന ഒരു ടീം, അതായത് ഓൾ ഇന്ത്യ പീപ്പിൾ സയൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടീം. അവർ ഈ ശാസ്ത്ര പ്രബോധനം അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പറിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും അവർ മുന്നോട്ട് വെക്കുന്ന കുറച്ച് ആശയങ്ങൾ ഇത് കുറേ കൂടി കാലിക പ്രസക്തമാണ്. ഇത് ഇവിടുത്തെ ചില ജാർഗണുകളിൽ ഒതുങ്ങിക്കൂടുന്ന സംഗതിയല്ല. അവർ കുറേ കൂടി വിശാലമായിട്ടാണ് ഈ ആശയത്തെ മുന്നോട്ട് വെക്കുന്നത്. ഇതിനകത്ത് നിലവിൽ പാഠപുസ്തകങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ഇവിടുത്തെ മൈനോരിറ്റി അനുഭവിക്കുന്ന ഇഷ്യൂസുകൾ, ദളിതർ അനുഭവിക്കുന്ന ഇഷ്യൂസുകൾ, ഇതൊക്കെയാണ് സയൻറ്റിഫിക് ടെമ്പറായിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവരാണ് ഈ നരേന്ദ്ര ദാബോൽക്കറുടെ മരണശേഷം ഓഗസ്റ്റ് 20 ഒരു സയൻറ്റിഫിക് ടെമ്പർ ഡേ ആയിട്ട് ഇവർ ആചരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പം കുറേ കൂടി നമ്മൾ വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് കൊണ്ട് വേണം ഈ ശാസ്ത്രബോധം എന്നുള്ള ആശയത്തെ നമ്മൾ ഡീല് ചെയ്യാൻ എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. ഇവിടെ കുറേ കൂടി ജാർഗണുകളാണ്. പിന്നെ അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു റെഡ് ഹെറിംഗ് ഫാലസി. അപ്പോൾ ഞാൻ ഈ ഇതൊക്കെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ നിലവിൽ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഈ സയൻറ്റിഫിക് ടെമ്പറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ നടത്തുന്ന പലവിധ സാമൂഹിക പ്രവർത്തനങ്ങളുണ്ട്. അത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളൊന്നും തന്നെ നമ്മളെ കേരളത്തിൽ കാണുന്നില്ല. അപ്പോൾ കേരളത്തിൽ ഈ ചില പ്രശസ്തരായിട്ടുള്ള നാസ്തികരുടെ പ്രഭാഷണങ്ങളൊക്കെ എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്നൊക്കെ നോക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളാണ് അവിടുത്തെ പ്രധാന വിഷയം. ഇന്ത്യയെല്ലാം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. പക്ഷേ നമ്മുടെ വിഷയങ്ങൾ ഇതെപ്പോഴും പശ്ചിമേഷ്യയിലെ വിഷയങ്ങളൊക്കെയാണ്. ഇവിടെ ഇത്രയും സോഷ്യൽ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും പിന്നെ സൗദി അറേബ്യയിലെ പർദ്ദ ഡാൻസൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഇവിടെ പലതിലെയും വിഷയങ്ങൾ. ഇത് വഴിതെറ്റിപ്പോകുന്നതിൻ്റെ ഒരു പിന്നെ പ്രധാന അടയാളമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിനകത്ത് പിന്നെ നമ്മൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇടപെടേണ്ട രീതികളെക്കുറിച്ച് ഈ നരേന്ദ്ര ദാബോൽക്കർ ബുക്കിൽ അദ്ദേഹം ഒരു കഥയായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. ഒരു വിശ്വാസിയായ ഒരു ഹൈന്ദവ ചെറുപ്പക്കാരൻ, അദ്ദേഹം ബോംബെയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ ഭാര്യയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആരോ തൻ്റെ ഭാര്യയെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഭാര്യയ്ക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ ഇദ്ദേഹം വീട്ടിൽ വരികയും ഭാര്യയോട് ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് തർക്കിക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ തർക്കത്തിനൊടുവിൽ ഇദ്ദേഹം പറഞ്ഞു, തൊട്ടടുത്തുള്ള നമ്മളെ ദൈവിക ക്ഷേത്രത്തിൽ ചൂടുള്ള വെളിച്ചെണ്ണയിൽ കൈമുക്കി അതിൻ്റെ ഉള്ളിലുള്ള നാണയം എടുത്ത് നീ പറയുന്നത് സത്യമാണെന്ന് നീ തെളിയിക്കണം. അത് അവിടുത്തെ ഒരു ആചാരമാണ്. അപ്പോൾ നീ പറഞ്ഞ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ആ ചൂടുള്ള വെളിച്ചെണ്ണയിൽ കൈമുക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് നാണയം എടുത്ത് തെളിയിക്കണം. നീ സത്യമാണ് പറയുന്നതെങ്കിൽ നിൻ്റെ കൈ പൊള്ളൂല, സത്യമല്ലെങ്കിൽ നിൻ്റെ കൈ പൊള്ളും. അപ്പോൾ ആ ചെറുപ്പക്കാരൻ അതിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ഇതുകൊണ്ട് കുടുങ്ങി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കൈ മുക്കിയാൽ കൈ പൊള്ളും അല്ലേ? ചൂടുള്ള വെളിച്ചെണ്ണ കൈ മുക്കിയാൽ കൈ പൊള്ളും. അപ്പോൾ ഇത് പരിഹരിക്കണമല്ലോ. അപ്പോൾ ഈ സ്ത്രീയുടെ സഹോദരൻ ഈ
അന്തസ്രാധ നിർമ്മാണ സമിതി എന്ന് പറയും, ഇവരെ ഒരു സംഘമാണ് ANI. അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള പിന്നെ മുക്കിയാലും കൈ പൊള്ളാതെ തിളച്ചു മറിയുന്ന വെളിച്ചെണ്ണയെക്കുറിച്ച് ഈ സഹോദരനറിയാം. അപ്പോൾ ഈ സഹോദരൻ എന്ത് ചെയ്തു, ഇത് ചട്ടം കെട്ടി ഇങ്ങനെയുള്ള ഒരു വെളിച്ചെണ്ണയൊക്കെ സംഘടിപ്പിച്ച് ഇതിന് പകരം ഈ കൈ പൊള്ളാത്ത രൂപത്തിലുള്ള ഈ വെളിച്ചെണ്ണയും സെറ്റപ്പും ചെയ്ത് ഈ നാണയം എടുപ്പിച്ചു. അപ്പോൾ കൈ പൊള്ളിയില്ല, അവർ പ്രശ്നം ശരിയായി, അവർ സന്തോഷത്തോടു കൂടി തുടർന്ന് ജീവിച്ചു. അപ്പോൾ ഇത് ഒരു സാമൂഹ്യ തലത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ പോയിട്ട് ഇതിങ്ങനെ ചെയ്ത് ഫാൾസ് കോസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ ലോജിക്കൽ ഫാലസിയാണ്, അതുകൊണ്ട് ഇത് അബദ്ധമാണ്, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഒരു ബന്ധത്തിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യലി ഇടപെടുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഹിക്മത്ത് എന്നൊക്കെ പറയും അല്ലേ, അപ്പോൾ ചില ഹിക്മത്തുകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആയിരിക്കും ഇതിന് കുറച്ചും കൂടി ഇത് കിട്ടുക. പിന്നെ വേറൊരു ഈ ശാസ്ത്രബോധം ബന്ധപ്പെട്ട പ്രശ്നം, പല പ്രഗത്ഭരായ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രഗത്ഭരായിട്ടുള്ള പല യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഈ ശാസ്ത്രബോധമുണ്ടായ കഥ പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ ഇൻസിഡൻസ് ആയിരിക്കും, പേഴ്സണൽ ഇൻസിഡൻസ്. അതുവഴി അവർ ഒരു ദിവസം പെട്ടെന്ന് തീസത്തിൽ നിന്ന് എത്തീസത്തിലേക്ക് മാറും, വിശ്വാസത്തിൽ നിന്ന് അവിശ്വാസിയായി മാറും. അപ്പോൾ ഒരു സ്വിച്ചിട്ട പോലെ ഇവർക്ക് ശാസ്ത്രബോധം വന്നു എന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും പോസിബിളല്ല. അപ്പോൾ അവർ എന്തൊക്കെയാണോ ശാസ്ത്രബോധമില്ലായ്മയുടെ പ്രശ്നങ്ങൾ, അത് ഈ എത്തീസ്റ്റ് ആയിക്കഴിഞ്ഞാലും അത് പിന്നെയും തുടരും. അപ്പോൾ അത് കുറേ കൂടി റൂട്ടഡാണ്, അതിനെ നമ്മൾ കുറേ കൂടി വിശദമായി പഠിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയ ആണെന്ന് അർത്ഥം. അപ്പോൾ ശാസ്ത്ര ബോധവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ശാസ്ത്രബോധം നിങ്ങൾ ശാസ്ത്ര പ്രചരണവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിലോസഫി ഓഫ് സയൻസിൻ്റെ ബേസ് നിർബന്ധമായിട്ട് വേണം. കാരണം സയൻസിൻ്റെ മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രബോധമുള്ള കോൺസെപ്റ്റ് ഉണ്ടായത്. അപ്പോൾ സയൻസിൻ്റെ മെത്തഡോളജി നമ്മൾ അറിയാമെന്നുണ്ടെങ്കിൽ, സയൻസിൻ്റെ മെത്തഡോളജി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ പാലിക്കുക. സയൻസിൻ്റെ മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ് ഒരു ടോട്ടൽ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാമ്പത്തികമായി ഇടപെടുമ്പോൾ, സാമൂഹികമായി ഇടപെടുമ്പോഴൊക്കെ സയൻസ് എങ്ങനെയാണ് ഒരു ട്രൂത്തിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതിനോട് സമാനമായ രീതിയിൽ പരമാവധി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് സാമ്പത്തിക സാക്ഷരത എന്നൊക്കെ പറയും, പലരും സാമ്പത്തികമായിട്ട് പല തട്ടിപ്പുകളിലും പെടുന്നുണ്ട്. ഇവിടെയും ശാസ്ത്രബോധം ഉണ്ടോ വെച്ചാൽ ശാസ്ത്രബോധം നമ്മൾ ഉൾക്കൊള്ളിക്കണം. അത് അതിൻ്റേതായ രീതിയിൽ എങ്ങനെയാണോ അവിടുത്തെ ട്രൂ, അതിൻ്റെ ഫാക്റ്റുകളൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക, അതിൻ്റെ പരമാവധി രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ ഫിലോസഫി ഓഫ് സയൻസിൻ്റെ ചില പ്രധാനപ്പെട്ട ടൂളുകൾ നമ്മൾ അറിയൽ അത്യാവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ ഇതിനകത്ത് ഞാൻ പ്രധാനമായിട്ടും നട്ഷലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് സയൻസ് ആൻഡ് വാല്യൂസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഫിലോസഫി മൊത്തം പറയുക എന്നുള്ളത് പോസിബിൾ അല്ല. ഫിലോസഫിൻ്റെ ധാരാളം ടെർമിനോളജീസ് ഉണ്ട്, അതെല്ലാം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പം നട്ഷൽ സയൻസ് ആൻഡ് വാല്യൂസ് എന്നുള്ള ടോപ്പിക്കും ആ വാല്യൂസ് എങ്ങനെയൊക്കെയാണ് സയൻസും വാല്യൂസും തമ്മിൽ കണക്റ്റ് ആവുന്നത്, അത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ വരാവുന്ന അബദ്ധങ്ങൾ 3 ടൈപ്പ് ഓഫ് എക്സാമ്പിൾ വെച്ചിട്ട് പറയാമെന്നുള്ളതാണ് പ്രധാന പർപ്പസ്. ഇപ്പോൾ സയൻസ് ആൻഡ് വാല്യൂസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ധാരാളം ഐഡിയോളജീസ് ഉണ്ടാവും. മതപരമായതോ രാഷ്ട്രീയപരമായതോ സാമ്പത്തികമായിട്ടൊക്കെയുള്ള പലതരം ഐഡിയോളജീസ് ഓരോരുത്തർക്കും ഉണ്ടാകും. അപ്പോൾ ഈ ഐഡിയോളജീസ് തന്നെയാണ് ശാസ്ത്രത്തിനുമുള്ള ഐഡിയോളജി എന്ന് വിചാരിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പം എൻ്റെ വിശ്വാസങ്ങൾ തന്നെയായിരിക്കും ശാസ്ത്രം കൊണ്ട് തെളിയിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ള ധാരണ. അത് ആഗ്രഹിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ശുഭാപ്തി വിശ്വാസമായിരിക്കും. എൻ്റെ വിശ്വാസം തന്നെയാണ് ഭാവിയിൽ 10 കൊല്ലം കഴിഞ്ഞാലും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാൻ പോകുന്നത് എന്നൊരാൾക്ക് ആശിക്കാം. പക്ഷേ അത് നിങ്ങളൊരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് എടുത്ത്, അത് നിങ്ങളുടെ വിശ്വാസമായിട്ടെടുത്ത് നമ്മൾ കുറേ കാലം നമ്മളൊരു വിശ്വാസത്തെ കൊണ്ട് നടന്നാൽ നമുക്കത് എംപെരിക്കൽ എവിഡൻസ് കിട്ടിയ പോലെ അത്രയും നമ്മൾ ബ്രെയിനിൽ അത് ഫീൽ ചെയ്യുന്നൊക്കെ പറയപ്പെടാറുണ്ട് ന്യൂറോ സയൻസിനകത്ത്. അപ്പോൾ നമ്മൾ അങ്ങനെ വിശ്വാസമാക്കി മാറ്റിക്കഴിഞ്ഞാൽ സയൻസ് ഒരു പക്ഷേ നിങ്ങളെ സിംപ്ലി പറയുമെങ്കിൽ നിങ്ങളെ വഷളാക്കും എന്ന് വേണമെങ്കിൽ പറയാം സിംപ്ലി. അപ്പോൾ അത് വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് വന്നതിൻ്റെ ചില എക്സാമ്പിൾസാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ലൈസങ്കോയിസം, ഒരു പക്ഷേ നിങ്ങൾ ഇത് പലരും കേട്ടിരിക്കാം. ഇത് സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അഗ്രികൾച്ചറൽ റിസർച്ച് ചെയ്തിരുന്ന ഒരു സയൻറ്റിസ്റ്റാണ്, ലിസങ്കോ എന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ ആശയം, ഇദ്ദേഹം ഒരു ലാമാർക്കിയൻ ഇൻഹെറിറ്റൻസിനെയാണ് ഇദ്ദേഹം അഡോപ്റ്റ് ചെയ്തത്. ആ സമയത്ത് തന്നെ പിന്നെ മെൻ്റലിൻ്റെ ജെനറ്റിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ജെനറ്റിക്കൽ ഫാക്ടേഴ്സാണ് ഒരു വിത്ത് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൊടുക്കുന്നതിന് കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയം ഒരു ലെനിൻ്റെ റഷ്യ എന്നൊക്കെ, ലെനിൻ്റെ ആശയങ്ങൾ സ്റ്റാലിൻ്റെ ആശയങ്ങളൊക്കെ ഉള്ള ഒരു റഷ്യ. അപ്പം
ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് ഈ ലാമാർക്കിയൻ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോൾ അതായത് നമ്മുടെ എൻവയോൺമെൻ്റ് ആണ് നമ്മുടെ ഈ പ്രൊഡക്ടിവിറ്റിക്കൊക്കെ പ്രധാന കാരണം എന്നുള്ള വിശ്വാസം. അപ്പോൾ ഇത് തന്നെയാണ് സയൻസിൻ്റെയും ഐഡിയോളജി എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഇദ്ദേഹം ഒരു പോളിസി മേക്കർ കൂടിയായിരുന്നു. ഇദ്ദേഹം ഈ ഒരു ആശയം പിന്നെ ഈ സ്റ്റാലിനോടൊക്കെയുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പോളിസി തന്നെ ഇദ്ദേഹം റഷ്യയിലുടനീളം നടപ്പാക്കി. അപ്പോൾ ഈ പോളിസിയുടെ പ്രശ്നം ഇതൊരു തെറ്റായ പോളിസിയായിരുന്നു. നമ്മൾ തെറ്റായൊരു വിശ്വാസം കൊണ്ട് നടക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ ഈ ഒരു വിശ്വാസത്തെ നമ്മൾ രാജ്യ താല്പര്യത്തിലൂടെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പം വലിയ നഷ്ടങ്ങളുണ്ടാക്കും. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു ചരിത്രത്തിൽ ഒരു എന്താ പറയുക, ഇദ്ദേഹം അറിയപ്പെടുന്നത് ഒരു ഡിസാസ്ട്രസ് ആയിട്ടാണ്. ഒരു അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഇപ്പം ശാസ്ത്രത്തിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹം ആ ഐഡിയ, അതായത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയം തന്നെയാണ് ഈ വിത്തുകളുടെ കാര്യത്തിലും എന്നുള്ള ഒരു ആശയം എടുത്ത് അത് രാജ്യത്തുടനീളം നടപ്പാക്കുകയും ഒരു 20-30 കൊല്ലത്തോളം ഈ പിന്നെ റഷ്യയിലെ കാർഷിക മേഖല പുറകോട്ട് പോയി. പിന്നെ അതുമാത്രമല്ല, ഈ മെൻ്റലിൻ്റെ ജെനറ്റിക്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളെ ഭരണകൂടത്തിൻ്റെ മർദ്ദനത്തിന് ഇരയാക്കുക പോലും ചെയ്തു. ജയിലിൽ പോകേണ്ട അവസ്ഥ വരെ വന്നു. അതുകൊണ്ട് വലിയൊരു ട്രാജഡി ആയിട്ടാണ് എപ്പോഴും നമ്മുടെ വാല്യൂസ് ഈ സയൻസിനെ അതിലേക്ക് ഉൾച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് പറയാറുള്ളതാണ് ഈ ലൈസെങ്കോയുടെ പ്രശ്നങ്ങൾ. സ്വാഭാവികമായിട്ട് എല്ലാ ടെക്സ്റ്റ് ബുക്കുകൾ, ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസാണ്. ഓക്കെ. പിന്നെ മറ്റൊന്ന് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു 1-2 വിഷയമാണിത്. ഈ 7 അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ഓക്സ് എന്ന് പറയും. ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ പിന്നെ ഫസ്റ്റ് ഈ CD ഇറങ്ങിയ സമയത്ത് അന്ന് ഈ ഖുർആനും ശാസ്ത്രവും എന്ന് പറഞ്ഞിട്ടൊരു CD കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇട്ട് നോക്കി കണ്ട സമയത്ത് കേട്ട ഒരു സംഗതിയായിരുന്നു ആകാശങ്ങളുടെ തെളിവ്. അത് ഈ അന്തരീക്ഷത്തിൻ്റെ നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ് ആണ് ഈ ആകാശം എന്ന് പറഞ്ഞിട്ടുള്ള ഹാറൂൻ നെഹിയുടെ സാധനങ്ങൾ നമ്മുടെ മലയാളത്തിലൊക്കെ ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അന്ന് നമ്മൾ സ്കൂൾ പഠിക്കുന്നത് 4 ലെയേഴ്സാണ്. പക്ഷേ അപ്പോൾ നമ്മൾ കരുതിയത് കുറേ കൂടി പുരോഗമിച്ച ഒരു ആശയത്തെ നമുക്ക് ഖുർആനിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ ഈ പ്രഭാഷണത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നെറ്റിൽ സെർച്ച് ചെയ്ത സമയത്ത് ഞാൻ 4 ലെയേഴ്സ് ChatGPT അടിച്ചപ്പോൾ ChatGPT 4 ലെയേഴ്സ് ആക്കി തന്നു. 7 അടിച്ചപ്പോൾ 7 ലെയേഴ്സ്. ഓക്കെ, ഇത് ഓക്കെയാണ്. പിന്നെ ഇത് ആകാശം അതല്ലെന്ന് വേറെ, എന്നാൽ ഈ പറയുന്നതെങ്കിലും ശരിയാണോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ 9 ലെയേഴ്സ് എന്ന് അടിച്ചപ്പോൾ ChatGPT 9 ലെയേഴ്സ് ആക്കി തന്നു നമ്മൾ അറ്റ്മോസ്ഫിയറിനെ. അപ്പോൾ ഇതെല്ലാം പോസിബിൾ. അപ്പോൾ ഇതെടുത്തിട്ട് ഖുർആനിൽ പിന്നെ ആകാശങ്ങൾ പറഞ്ഞ് ഇതാണ് ആകാശം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിക്കാം. ഇത് പിന്നെ ഒരു ഹോക്സായി മാറി. ഇത് ഞാൻ എടുത്തത് സൈറ്റ് പിന്നെ ഒരു ഇസ്ലാമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് എടുത്തതാണ്. ഒരു ഹോക്സായിട്ടാണ് ഇന്നിത് പറയപ്പെടുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ പിന്നെ ഈ റാഷിദ് ഖലീഫയുടെ ഇത് കിട്ടും, നമ്പർ 19 മിറാക്കിൾ അല്ലേ, അതൊക്കെ ഒരു പിന്നെ ട്രാജഡി ആയിട്ടാണ് അവസാനിച്ചത്. ആ നമ്പർ 19 മിറാക്കിൾസ് കമ്പ്യൂട്ടറുടെ സഹായത്തോടു കൂടി അദ്ദേഹം പ്രവചിക്കുകയും പിന്നീട് അത് പലരും പരിശോധിച്ചപ്പം ആ പറഞ്ഞ പല ക്ലെയിമുകളും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. അത് പലതും ഇയാൾ മിസ്ലീഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലായി. പിന്നെ കുറേ കൂടി ഇദ്ദേഹം മുന്നോട്ട് പോയി. ഖുർആനിലൊരു അധ്യായത്തിൽ നിന്ന് 2 ആയത്തുകൾ ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. എങ്കിലേ ഈ പറഞ്ഞ നമ്പർ 19 ശരിയാവുള്ളൂ. അപ്പം തൗബ എന്ന് പറയുന്ന ഒരു സൂറത്തിൽ നിന്ന് 2 ആയത്തുകൾ ഇദ്ദേഹം റിമൂവ് ചെയ്തു. കാരണം ഇത് തെറ്റായ രൂപത്തിൽ വന്ന ആയത്താണ്, കണക്ക് ശരിയാണ്, പക്ഷേ ഇതാണ് തെറ്റ്. അപ്പോൾ അങ്ങനെ ആ 2 ആയത്തുകൾ റിമൂവ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം സ്വയം പ്രവാചകനാണെന്ന് പറഞ്ഞു തോന്നുന്നു. പിന്നെ ഇദ്ദേഹത്തിനെ എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, ഇദ്ദേഹം ഒരു ബയോകെമിസ്റ്റ് ആയിരുന്നു ആക്ച്വലി. എക്സ്ട്രീമിസ്റ്റായ ആളുകൾ അമേരിക്കയിലായിരുന്നു താമസം. അവിടെ വെച്ച് തന്നെ ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതായിട്ടാണ് അറിയാൻ വേണ്ടി പറ്റിയത്. ഈ ഹാറൂൻ യഹിയ എന്ന് പറഞ്ഞ ആളും പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് കുറേ കേസുകളിലൊക്കെ പെട്ട് ജയിലിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ വാല്യൂസ് തന്നെയാണ് സയൻസ് പറയാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ കുറേ കൂടി എടുത്തു ചാടുമുണ്ടാകുന്ന അപകടങ്ങൾ. അത് ഏത് മേഖലയിൽ വരും. ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞു. ഇപ്പോൾ ലെനിൻ്റെ ആശയങ്ങൾ, മാർക്സിസ്റ്റ് ആശയങ്ങൾ ഉൾച്ചേർത്തതിൻ്റെ ഗുണം. ഇപ്പം നമ്മുടെ ചില ഖുർആൻ സയൻസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട വിഷയങ്ങൾ. അതുമാത്രമല്ല, ഇപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ പിന്നെ സംതിങ് ഫ്രം നത്തിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം, ഈ റിച്ചാർഡ് ഡോക്കിൻസ് ഒരു ഇൻ്റർവ്യൂക്കകത്ത് ഈ യൂണിവേഴ്സ് ഒരു നത്തിങ്നെസ് ഉണ്ടാവാം
അതിന് അദ്ദേഹം എക്സാമ്പിൾ പറയുന്നത് ഈ മാറ്റർ, ഫിസിക്സിനകത്തൊക്കെ മാറ്റർ ആൻറ്റി മാറ്റർ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. ഇത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നത്തിങ് ആണെന്നാണ് പറഞ്ഞത്. ഇപ്പം നത്തിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാൾ, ഈ പിന്നെ റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു അഗ്നോസ്റ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസ് ഒരു കാര്യത്തെ തീരുമാനം ഉണ്ടാക്കി, അതായത് ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടാവാമെന്ന് തെളിയിച്ചല്ലോ, അപ്പോൾ പിന്നെ ഇനി ദൈവശാസ്ത്രങ്ങൾക്കൊന്നും യാതൊരു പ്രശസ്തി ഇല്ല എന്ന് പറഞ്ഞ് ഇയാൾ പിന്നെ നിരീശ്വരവാദത്തിലേക്ക് പോകാൻ ഇത് സഹായകരമായി. അദ്ദേഹം തന്നെ പറഞ്ഞോ, എന്നെ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് സഹായകരമായി. പിന്നെ കാലം കുറേ കഴിഞ്ഞു, ഇത് റിച്ചാർഡ് ഡോക്കിൻസിന് സംഭവിച്ചൊരു അബദ്ധമാണെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ പഴയ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിൽ തിരിച്ചു വരികയും റിച്ചാർഡ് ഡോക്കിൻസ് എന്നെ പറ്റിച്ചു എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്ക്, അപ്പോൾ ഇത് ആദ്യം ഇങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് മാറ്റർ ആൻറ്റി മാറ്റർ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾ മാസ് എനർജി ആയ പെയർ പ്രൊഡക്ഷൻ എന്ന് പറയും. സിംപ്ലി ഇത് ഫിസിക്സൊക്കെ പ്ലസ് 2 പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, പെയർ പ്രൊഡക്ഷനാണ് ബേസിക്കലി. പക്ഷേ ഇതിനെ നത്തിങ്നെസ് ആക്കി മാറ്റി കളഞ്ഞു. ഇതിൻ്റെ പുതിയൊരു വേർഷൻ ഇപ്പോൾ 2024 ഇവിടെ കോഴിക്കോടുള്ള വലിയൊരു ശാസ്ത്ര സമ്മേളനത്തിൽ ഇത് വേറെ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. അതായത് ആ ഒരു പെയർ പ്രൊഡക്ഷൻ മാത്രം പറഞ്ഞാൽ പോരാ. അപ്പോൾ യൂണിവേഴ്സ്, ഒരു ഹൈപ്പോത്തീസിസ് ഫിസിക്സിലുണ്ട്, യൂണിവേഴ്സിൻ്റെ ടോട്ടൽ എനർജി 0 എന്ന് പറയുന്നത്. ഇതൊരു ക്വാണ്ടം മെക്കാനിക്കൽ ഡിസ്ക്രിപ്ഷനാണ്. ഇത് ആക്ച്വലി 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്സിലെ അബ്സല്യൂട്ട് നത്തിങ്ങിന് വേണ്ടി, ഫിലോസഫിയിൽ പറയുന്ന അബ്സല്യൂട്ട് നത്തിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സാധനമല്ല. ഇതൊരു 0 എനർജി സ്റ്റേറ്റ്, അതായത് ക്വാണ്ടം സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിനകത്ത് ഫിസിക്സിൻ്റെ ലോ എല്ലാം വാലിഡാണ്. അവിടെ ഫിസിക്സിൻ്റെ ലോ മുഴുവൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു 0 സ്റ്റേറ്റ് ആണത്. ആ സ്റ്റേറ്റിൽ നിന്ന് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് എനർജി കൺസർവേഷൻ വാലിഡ് ആണെങ്കിൽ അത് അത്രത്തോളം ഡൊമൈനിൽ എനർജി കൺസർവേഷൻ എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. എന്നാലും ബേസിക് റൂൾസ് ഈ എനർജി കൺസർവേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ വേണമെങ്കിൽ പ്ലസ് മൈനസ് എന്നുള്ള രീതിയിൽ നമുക്ക് 0യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു അബ്സല്യൂട്ട് നത്തിങ്നെസ്സിന് വേണ്ടി ഉപയോഗിച്ചതല്ല. പക്ഷേ ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത് അബ്സല്യൂട്ട് നത്തിങ്, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് പോപ്കോൺ പൊട്ടിമുളക്കുന്നത് പോലെ ഈ യൂണിവേഴ്സിൽ പാർട്ടിക്കിൾസ് ആൻഡ് എനർജി ആൻഡ് മാറ്റേഴ്സ് ഇതെല്ലാം തന്നെ ഒരു ശൂന്യതയിൽ നിന്ന് ഉണ്ടായി വരുന്നാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇതും അബ്സല്യൂട്ട്ലി സയൻസിനെ മിസ്ലീഡ് ചെയ്യുന്നതിൻ്റെ ഒരു തെളിവായിട്ട് വേണമെങ്കിൽ പറയാം. ശരിക്കും ആശയം അതല്ല. പിന്നെ ഫിലോസഫിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആശയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഫിലോസഫി മുഴുവൻ നമുക്ക് ഡിസ്കസ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. എന്നാലും പറ്റാവുന്നവരൊക്കെ ഫിലോസഫിയുടെ പല ടെർമിനോളജീസും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ ഈ ഒക്കാം റേസർ അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ്, ഇൻഡക്റ്റീവ് റീസണിങ്, പിന്നെ റിയലിസം, ആൻറ്റി റിയലിസം, പിന്നെ പാരഡൈം ഷിഫ്റ്റുകൾ, റിഡക്ഷനിസം, യൂണിഫിക്കേഷൻസ് എന്ന് തുടങ്ങിയ ഫിലോസഫിയുടെ ടേംസ് നമ്മൾ പരമാവധി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ ഒരു കോൺസെപ്റ്റ് കൂടി മുന്നോട്ട് പോകുന്നു. സയൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒബ്സർവേഷൻസ് ആൻഡ് മെഷർമെൻറ്റ് ആർ തിയറി ലാഡൻ എന്ന് പറയും. ഈ തിയറി ലാഡനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു സയൻറ്റിസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് കുറേ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള അസംഷൻസ് ഉണ്ടാകും. ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻ്റ് എന്ന് പറയും. ഈ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത് ഈതർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഈ എക്സ്പെരിമെൻറ്റ് വഴി പ്രൂവ് ചെയ്യപ്പെട്ടത് ഈതർ എന്ന് പറയുന്ന മീഡിയം ഇല്ല എന്നാണ്. അപ്പോൾ പ്രീ അസംഷൻസ് ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ ഈ സയൻസിൻ്റെ മെത്തഡോളജിയിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രീ അസംഷൻസിനെ അത് ഒരു പക്ഷേ റിമൂവ് ചെയ്യപ്പെടുകയായിരിക്കും. ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ നമുക്ക് ഓൾറെഡി പ്രീ അസംഷൻസ് ഉണ്ട് എന്നുള്ളത് സയൻസിനെ മിസ്ലീഡ് ചെയ്ത് കൊള്ളണമെന്നില്ല. അതൊരു പക്ഷേ സയൻസ് അതിനെ കറക്റ്റ് ചെയ്യാനാണ് സയൻസിൻ്റെ ഒബ്സർവേഷൻസ്, ഈ റിസർച്ച് മെത്തഡോളജീസൊക്കെ നിങ്ങളെ സഹായിക്കാം. അപ്പം ഇത്രയും പറഞ്ഞ് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഭാവിയിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഫിലോസഫി ഓഫ് സയൻസും അതിൻ്റെ മെത്തഡോളജിയുമായിട്ടൊക്കെ വിശാലമായി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് സാന്ദർഭികമായി ഞാൻ അവസാനിപ്പിക്കുന്നു.